കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ 1921-22 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ധനസമാഹരണത്തിന് തിലക് സ്വരാജ് ഫണ്ട് ആരംഭിച്ചു. ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിൽ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണാചാര്യയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു. കാശി വിദ്യാപീഠ്, ജാമിയ മിലിയ ഇസ്ലാമിയ പോലെയുള്ള ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. റാണി ഗൈഡിലിനുവിൻ്റെ നേതൃത്വത്തിൽ നാഗാലാൻഡിൽ വിദേശ ശക്തികൾക്കെതിരെ പോരാട്ടങ്ങൾ നടന്നു. ഇവിടെ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 4 പറഞ്ഞിട്ടുള്ള റാണി ഗൈഡിലിനുവിൻ്റെ നേതൃത്വത്തിലുള്ള പോരാട്ടങ്ങൾ നടന്നത് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടല്ല, നിയമലംഘന പ്രസ്ഥാനം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1857 കലാപത്തിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം കാൺപൂരിൽ നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? കാൺപൂരിൽ നാനാ സാഹേബായിരുന്നു നേതൃത്വം നൽകിയത്. താന്തിയ തോപ്പിയും ഉണ്ടായിരുന്നു. ബഹദൂർ ഷാ ഡൽഹിയിൽ നിന്നുണ്ടായിരുന്നതാണ് നമ്മുടെ അവസാനത്തെ മുഗൾ ഭരണാധികാരി. കൺവർ സിംഗ് ബീഹാറിൽ നിന്നായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. വാജിദ് അലി ഷാ എന്ന് പറയുന്നത് അവധിലെ അവസാനത്തെ നവാബായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ക്യാപ്റ്റൻ ഡിലനോയുടെ സഹകരണത്തോടെ തിരുവിതാംകൂർ സൈന്യത്തെ ആധുനികവൽക്കരിച്ചു. ഇത് ശരിയാണ്. മൈസൂര്യൻ ഭരണാധികാരികളുടെ ആക്രമണങ്ങൾ തടയുന്നതിനായി നെടുങ്കോട്ട നിർമ്മിച്ചു. ഇത് തെറ്റാണ്. പതിവ് കണക്ക് എന്ന പേരിൽ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഇത് ശരിയാണ്. 1753 ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇതും ശരിയാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്? നെടുങ്കോട്ട ആരാണ് നിർമ്മിക്കുന്നത്? ധർമ്മരാജയായിട്ടുള്ള കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് നെടുങ്കോട്ട നിർമ്മിക്കുന്നത്, അല്ലാതെ മാർത്താണ്ഡവർമ്മയല്ല. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരെന്ന് തിരിച്ചറിയുക. അമേരിക്കൻ ഐക്യനാടുകളുടെ 3ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. അമേരിക്ക ഫ്രാൻസിൽ നിന്ന് ലൂസിയാന വിലയ്ക്ക് വാങ്ങിയത് ഇദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ പ്രധാന ശില്പികളിൽ ഒരാളായിരുന്നു. ആൻസർ എന്താ വരുന്നത്? തോമസ് ജെഫേഴ്സൺ ആണ് ആൻസർ വരുന്നത്. അദ്ദേഹമാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ 3ാമത്തെ പ്രസിഡന്റ് ആയിരുന്നത്. അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്. ഹിമാലയൻ നദികളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഹിമാനികളുടെ ഉരുകലും മഴയും കാരണം ഇവ സ്ഥിരപ്രവാഹ നദികളാണ്. ഇവയുടെ താഴ്ന്ന ഭാഗങ്ങളിൽ വിശാലമായ പ്രളയ സമതലങ്ങൾ രൂപപ്പെടുന്നു. ഇവയുടെ നീളം ഉപദ്വീപീയ നദികളെക്കാൾ കുറവാണ്. ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മൂന്നാമത്തെ തെറ്റാണ്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് മനസ്സിലാവും, ഗംഗ പോലുള്ള നദി നീളം കൂടിയ നദികളല്ലേ. അപ്പോൾ അതെങ്ങനെയാണ്? പെനിൻസുലാർ റിവേഴ്സ് ആയിട്ടുള്ള മഹാനദി ഗോദാവരിയൊക്കെ കള്ളു നീളം കുറവല്ലല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ജാർഖണ്ഡിലെ ജരിയ പ്രധാനമായും എന്തിനാണ് പ്രസിദ്ധം? ജരിയ ഉയർന്ന നിലവാരത്തിലുള്ള കോക്കിംഗ് കൽക്കരിക്കാണ് പ്രസിദ്ധമായിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ ചവറ പ്രദേശത്ത് ഖനനം ചെയ്യുന്ന ധാതുക്കളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? മോണോസൈറ്റ് ആണവോർജത്തിനായി ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ പ്രധാന ഉറവിടമാണ്. സിർക്കോൺ സെറാമിക് ഉൽപ്പന്നങ്ങൾ അതാര്യമാക്കാനും അവയുടെ താപപ്രതിരോധ ശേഷി കൂട്ടാനും ഉപയോഗിക്കുന്നു. റൂട്ടൈൽ പെയിൻറ്റുകളും പിഗ്മെൻറ്റുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ പ്രധാന ഉറവിടമാണ്. ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. താഴെ പറയുന്നവയിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായ ഉപപീഠഭൂമി ഏതാണ്? ഹസാരിബാഗ് പീഠഭൂമിയാണ് ഉത്തരം വരുന്നത്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലമാണ്. കൂടാതെ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഔദ്യോഗികമായി നാമകരണം ചെയ്തിരിക്കുന്നത്. ഇത് മുംബൈയിലെ സേവ്രിയെ നവി മുംബൈയിലെ നഹ്വ ഷേവയുമായി ബന്ധിപ്പിക്കുന്നു. ഈ പദ്ധതി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് നടപ്പിലാക്കുന്നത്. ഇവിടെ ശരിയായിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഈ പദ്ധതി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ല നടപ്പിലാക്കുന്നത്, MMRD ആണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JM കെയ്ൻസിനെയാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമായി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശരിയായ ജോഡി? ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായ ജോഡി. ആദായ നികുതി, കെട്ടിട നികുതി. ഇന്ത്യ നടപ്പിലാക്കിയ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? 1956 to 61 ആണ് കാലയളവ്. താഴെ നൽകിയിരിക്കുന്നവയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്?
ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി പ്രവർത്തിക്കുന്നു. വായ്പകളുടെ നിയന്ത്രകനായി പ്രവർത്തിക്കുന്നു. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. വിദേശ വിനിമയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നു. ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴാണ്? ഏപ്രിൽ 2023 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് ഏത് പദ്ധതിയിലെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷൻ പ്ലാനിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട 3 ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 7ാം പട്ടികയിലാണ് ലിസ്റ്റുകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനയുടെ ഭേദഗതി ഏതാണ്? 44ാം ഭേദഗതിയിലൂടെയാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് എടുത്തു മാറ്റുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്നത്. മന്ത്രിമാരുടെ എണ്ണം പാർലമെൻറ്റിലെ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ മൊത്തം എണ്ണത്തിൻ്റെ 15% കവിയരുത് എന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു? 91ാം ഭരണഘടനാ ഭേദഗതിയിലാണ് ഇങ്ങനെയൊരു വ്യവസ്ഥ വരുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? സർക്കാരിയ കമ്മീഷനായിരുന്നു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനെ പറ്റി പഠിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ടത്. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ശുപാർശകൾ നൽകുന്നു. ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണെന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ ഈ ഡിസ്ട്രിക്ട് സർവീസുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ജനങ്ങൾക്ക് പൊതുസേവന കേന്ദ്രങ്ങൾ വഴി സർക്കാരിൻ്റെ സേവനങ്ങൾ നൽകുന്ന പദ്ധതി. സേവനങ്ങൾ ഓൺലൈൻ വെബ് പോർട്ടൽ വഴി ലഭ്യമാക്കുന്നു. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നു. ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സ്നേഹപൂർവ്വം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്നേഹപൂർവ്വം പദ്ധതി ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. മാതാപിതാക്കളിൽ ആരെങ്കിലും മരണമടഞ്ഞതും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതുമായ കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായ പദ്ധതിയാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്നത്. സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏത് സ്ഥാപനമാണ്? KSFE ആണ് സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയത്. ഓസോൺ പാളിയുടെ കനം തിക്നെസ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡോപ്സൺ യൂണിറ്റിലാണ് ഓസോൺ പാളിയുടെ തിക്നെസ് പറയുന്നത്. ബീറ്റോട്ട് സ്പോട്ട് ഉണ്ടാകാൻ പ്രധാന കാരണം വൈറ്റമിൻ എയുടെ കുറവാണ് ബീറ്റോട്ട് സ്പോട്ട് ഉണ്ടാകാനുള്ള കാരണം. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ജീവനി. COP30 ചർച്ചയിലെ ലോസ് ആൻഡ് ഡാമേജ് LND എന്ന ആശയം എന്തിനെ സൂചിപ്പിക്കുന്നു? കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടത്തെ സൂചിപ്പിക്കുന്നു. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഹൈഗ്രോമീറ്റർ ആണ് ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഭൂമിയുടെ കേന്ദ്രത്തിലെ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം എത്രയാണ്? 0 ഭൂമിയുടെ കേന്ദ്രത്തിൽ. ഏറ്റവും കൂടുതൽ ഇത് ഫെൽറ്റ് ചെയ്യുന്ന എവിടെയാണ്? പോൾസിലാണ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കുന്നതുമായ മിസൈൽ ഏതാണ്? ബ്രഹ്മോസ് ആണ് ആൻസർ വരുന്നത്. താഴെ പറയുന്ന ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? ഇവിടെ കൊടുത്തിരിക്കുന്നത് 56 Fe26 ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? 56 - 26 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 298 K താപനിലയിൽ ഹീലിയം ആറ്റം ഹൈഡ്രജൻ തന്മാത്രയേക്കാൾ 2 മടങ്ങ് ഭാരമുള്ളതാണ്. ഹീലിയത്തിൻ്റെ ശരാശരി ഗതികോർജം എന്താണ്? ഹൈഡ്രജൻ തന്മാത്രയുടെ അത്രയും തന്നെയാണ് ശരാശരി ഗതികോർജം വരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാതീർത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 100 രൂപയുടെ സ്മരണികാ നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹസങ്കരം ഉപയോഗിച്ചാണ്? നിക്കൽ സിൽവർ ലോഹസങ്കരം ഉപയോഗിച്ചാണ് 100 രൂപ നാണയം നിർമ്മിച്ചിരിക്കുന്നത്. കച്ചം എന്നാൽ എന്ത്? പെരുമാറ്റച്ചട്ടമാണ് കച്ചം എന്ന് പറയുന്നത്. 37ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. 15 ലവ് എന്ന പദം ഏത് കായിക മത്സരത്തിലാണ് ഉപയോഗിക്കുന്നത്? ടെന്നീസിലാണ് ഉപയോഗിക്കുന്നത്.
2026 വിൻ്റർ ഒളിമ്പിക്സ് വേദിയായ സ്ഥലം. ഇറ്റലിയിലെ മിലാനോ കോർട്ടിനയാണ് 2026 വിൻ്റർ ഒളിമ്പിക്സിൻ്റെ വേദിയായ സ്ഥലം. 2026 ഓസ്കർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിനാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി തസ്തികയിലേക്കുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ജനറൽ പാർട്ടിൽ നിന്നുള്ള 40 ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ മാത്സും സ്പെഷ്യൽ ടോപ്പിക്കും ആയിരുന്നു.